Good morning. So next we move to the second reference electrode, that is calomel electrode. We already studied about the primary reference electrode named standard hydrogen electrode or normal hydrogen electrode. So the second is secondary primary electrode, that is calomel electrode. Okay. അപ്പം നിങ്ങൾ കലോമൽ ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സിൽ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കലോമലിൻ്റെ സ്പെല്ലിങ് ഞാൻ ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. CALOMEL ആണേ. ഓക്കെ, കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ, ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഈ ഫിഗർ കണ്ടാലറിയാം അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ഏതിന് എക്സാമ്പിൾ, ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സിന് ഏതിൽ എക്സാമ്പിളായിട്ടാണ് നിങ്ങളിത് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കലോമൽ ഇലക്ട്രോഡ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ട്രോഡിൻ്റെ ടൈപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കലോമൽ ഇലക്ട്രോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഈ കലോമൽ ഇലക്ട്രോഡ് ഉള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും. അപ്പോൾ എന്തായിരുന്നു നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ റെഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഒരു അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോൺ പൊട്ടൻഷ്യൽ ഉള്ള ഇലക്ട്രോഡാണ് കലോമൽ ഇലക്ട്രോഡ്. ഇത് രണ്ടും കൂടെ നമ്മൾ കപ്പിൾ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോൺ വാല്യൂ ആയിട്ട് നമ്മൾ കപ്പിൾ ചെയ്യിക്കുക ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. അപ്പം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ വാല്യൂ നമ്മളെപ്പോഴും 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിന് ഒരു വാല്യൂ, ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നോക്കാം. കലോമൽ ഇലക്ട്രോഡ് ഈസ് എ മെറ്റൽ സാൾട്ട് അയോൺ ഇലക്ട്രോഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെർക്കുറി, മെർക്കുറസ് ക്ലോറൈഡ് and a solution of KCl. Mercury is placed at the bottom of the glass tube. നിങ്ങൾ നോക്കൂ, ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഏറ്റവും താഴെയുള്ളത് മെർക്കുറിയാണ്. അതിൻ്റെ തൊട്ട് മേലെ മെർക്കുറിയുടെയും മെർക്കുറസ് ക്ലോറൈഡിൻ്റെയും ഒരു പേസ്റ്റാണ്, ഒരു മിക്സ്ചറാണ്. ദെൻ അതിൻ്റെ മുകളിൽ ആ ഗ്ലാസ് ട്യൂബിൽ മുഴുവൻ KCl സൊല്യൂഷനാണ് നിറച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു പ്ലാറ്റിനം വയർ ഉണ്ട് അല്ലേ. ദ പേസ്റ്റ് ഓഫ് മെർക്കുറി ആൻഡ് മെർക്കുറസ് ക്ലോറൈഡ് is placed above the mercury. The space above the paste is filled with the KCl solution of non concentration ആയിട്ടുള്ള KCl solution ആണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, എ പ്ലാറ്റിനം വയർ ഇസ് കെപ്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദ മെർക്കുറി ടു ഒബ്റ്റെയിൻ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഈ പ്ലാറ്റിനം വയർ ഈ താഴെ തൊട്ടിട്ട് മേലോട്ട് ഇങ്ങനെ പോയിട്ട് അതാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, കലോമൽ ഇലക്ട്രോഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ വരുന്നത്? Hg, മെർക്കുറി, ബാർ Hg2Cl2, ദെൻ ബാർ KCl. നമ്മൾ സാച്ചുറേറ്റഡ് SAT എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ, അതായത് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്. ഈ കലോമൽ ഇലക്ട്രോഡിനെ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡാണ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന KCl സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമുക്കിതിനെ 3 പേരിൽ വിളിക്കാം. സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്, നോർമൽ കലോമൽ ഇലക്ട്രോഡ്, അങ്ങനെ 3 പേരുണ്ട്. അപ്പോൾ ആ 3 പേരിനും നമ്മൾ എന്താണ് 3 വാല്യൂസാണ്, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF വാല്യൂ എന്ന് പറയുന്നത് ഇതിന് എന്താണ് 3നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് ആണെങ്കിൽ 0.22 എന്ന് പറയാറുണ്ട്, ഇതിൽ 1 ആണ് കൊടുത്തത്. അതുപോലെ 1 മോളാർ KCl സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 0.281. അതുപോലെ 0.1 മോളാർ സൊല്യൂഷൻ ആണെങ്കിൽ 0.33 ആണ് നമ്മുടെ ഇലക്ട്രോഡ് വാല്യൂ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിതിനെ നോർമൽ, ഡെസി നോർമൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് എന്നൊക്കെ നമ്മളിതിനെ എന്ത് ചെയ്യും, വിളിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന കലോമൽ ഇലക്ട്രോഡിലുള്ള KCl സൊല്യൂഷൻ്റെ വാല്യൂവിനനുസരിച്ച്, അതായത് കോൺസെൻട്രേഷൻ അനുസരിച്ച് നമ്മൾ സപ്പോസ് 0.1 നോർമലാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. KCl സൊല്യൂഷൻ ആണെങ്കിൽ നമ്മളതിനെ വിളിക്കും ഡെസി നോർമൽ.
അതേസമയം 1 നോർമലാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, 1 നോർമൽ KCl സൊല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നോർമൽ കലോമൽ ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇനി സാച്ചുറേറ്റഡ് KCl സൊല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി, എങ്ങനെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്താണ് ഇതിനെ എന്തൊക്കെ പേരിൽ വിളിക്കും, അതിനുള്ള റീസൺ എന്താണെന്നും നമുക്ക് മനസ്സിലായി. KClൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് 0.1 നോർമൽ, 1 നോർമൽ, സാച്ചുറേറ്റഡ് ഇത് മൂന്നും യൂസ് ചെയ്യും. ഇത് മൂന്നിനനുസരിച്ചും ഇതിനെ ഡെസിനോർമൽ കലോമൽ ഇലക്ട്രോഡ്, നോർമൽ കലോമൽ ഇലക്ട്രോഡ് ആൻഡ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് ഈ 3 പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ദെൻ ഇനി എന്ത് റിയാക്ഷനാണ് ഈ കലോമൽ ഇലക്ട്രോഡിൽ നടക്കാൻ സാധ്യതയുള്ളത്? ഒബീവിയസ്ലി നമുക്കറിയാം എന്താണ് ഇതിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും അല്ലേ. ഇത് ഓക്സിഡേഷൻ ആനോഡായിട്ട് ആക്ട് ചെയ്യാം, കാഥോഡായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ആനോഡ്. എന്തായിരിക്കും ഓക്സിഡേഷനുള്ള പോസിബിലിറ്റി? മർക്കുറിയാണുള്ളത്. എന്ത് ചെയ്യും? Hg എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് Hg+ ആയിട്ട് മാറും. അപ്പോൾ 2 Hg ആണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും 2 ഇലക്ട്രോൺസിനെ, ഒരു Hg ഒരു ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും, 2 Hg 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. എന്നിട്ട് അതെന്തായിട്ട് മാറും? Hg+ അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ ഈ 2 Hg+ അയോൺസ് എന്താ ചെയ്യുന്നത്? KCl സൊല്യൂഷനിലുള്ള, KCl സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? K+ഉം Cl- അല്ലേ. ഈ KCl സൊല്യൂഷനുള്ള Cl- ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു Hg ഒരു Cl- ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ 2 Hg ചേരുമ്പോൾ 2 Cl- ആക്സെപ്റ്റ് ചെയ്തിട്ട് Hg2Cl2 സോളിഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ കണ്ടു Hg ഉണ്ട്, Hg2Cl2 ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോഡിൽ എപ്പോഴും നടക്കുന്നത് അതിലുള്ള സാധനങ്ങൾ തന്നെ ആയിക്കൊണ്ടിരിക്കുക, അത് തിരിച്ചിങ്ങോട്ട് റിവേഴ്സ് ചെയ്യുക. അപ്പം Hgൻ്റെ ടെൻഡൻസി എന്താണ്? Hg എന്ത് ചെയ്യും? Hg2Cl2 ആയിട്ട് മാറും. എങ്ങനെ? Hg ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് 2 Hg 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് Hg2Hg+ ആയിട്ട് മാറും. അല്ലെങ്കിൽ Hg+ 2 അതെന്ത് ചെയ്യും? 2 Cl- ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Hg2Cl2 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2Hg + 2Cl- gives Hg2Cl2 + 2 ഇലക്ട്രോൺസ്. ഓക്കെ, അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി റിഡക്ഷൻ എങ്ങനെയായിരിക്കും നടക്കുക? ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ്. നമ്മൾ എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്? Hg2Cl2നാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി Hg2Cl2 എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് 2Hg+ + 2Cl- ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഈ 2Hg+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് 2Hg ആയിട്ട് മാറും. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ Hg2Cl2 ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 2Hg+ഉം അതുപോലെ തന്നെ 2Cl- ആയിട്ട് മാറും റിഡക്ഷൻ നടക്കുമ്പോൾ. അപ്പോൾ എന്താണ് ഇതിലുള്ള 2Hg+ എന്ന് പറയുന്ന സാധനം, നമ്മൾ നേരത്തെ റിലീസ് ചെയ്ത ഇലക്ട്രോൺസ് അവിടെ 2 വെറുതെ കിടക്കുന്നുണ്ട്. ആ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് 2Hg ആയിട്ട് മാറും. ഓവറോൾ റിയാക്ഷൻ എന്തായിരിക്കും? Hg2Cl2 + 2 ഇലക്ട്രോൺ gives 2Hg + 2Cl-. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പറഞ്ഞൊക്കെ ശരിയാണോ എന്ന്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. അപ്പോൾ Hg ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് Hg+ ആയിട്ട് മാറും. എന്നിട്ട് 2 Cl- ആക്സെപ്റ്റ് ചെയ്തിട്ട് Hg2Cl2 ആയിട്ട് മാറും. സെക്കൻഡ് കാഥോഡിൽ റിഡക്ഷൻ എന്ന് പറയുന്നത് Hg2Cl2നാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് Hg2Cl2 എന്തായിട്ട് മാറും? സ്പ്ലിറ്റ് ചെയ്തിട്ട് Hg2Cl2 എന്ന് പറയുന്നത് Hg+ഉം Cl- ആണ്. ഓട്ടോമാറ്റിക്കലി അതാണല്ലോ, അത് രണ്ടും കമ്പൈൻ ചെയ്ത് നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ അല്ലേ. അയോണിക് ബോണ്ട് അല്ലേ, പ്ലസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അയോണിക് ബോണ്ടാണ്. അത് 2Hg+ഉം 2Cl- ആയിട്ട് മാറുന്നു. അതിൽ നിന്ന് 2Hg+ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് 2Hg ആയിട്ട് മാറുന്നു. ഇതാണ് ഇതിൻ്റെ 2 ഹാഫ് സെൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്.
റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. Hg ബാർ Hg2Cl2 ബാർ KCl. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് KCl സാച്ചുറേറ്റഡ്. ഓക്കെ, ദിസ് ഈസ് ദ 2 ഹാഫ് സെൽ റിയാക്ഷൻ, ആനോഡ് കാഥോഡ് റിയാക്ഷൻസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF വാല്യൂ എന്ന് പറയുന്നത് 0.24. അതേസമയം 1 മോളാർ KCl സൊല്യൂഷനാണ് യൂസ് ചെയ്തതെങ്കിൽ ദ വാല്യൂ ഈസ് 0.28. ആൻഡ് ഈ 0.1 മോളാർ KCl സൊല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് 0.33. ഇതറിയണമല്ലോ. ഇതറിഞ്ഞാലല്ലേ നമുക്ക് അൺനോൺ ആയിട്ടുള്ള സാധനത്തിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കലോമൽ ഇലക്ട്രോഡ്, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഒരു കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെഫറൻസ് ഇലക്ട്രോഡ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ അൺനോൺ EMF ബൈ കപ്ലിംഗ് വിത്ത് ദി നോൺ ഇലക്ട്രോഡ്, അല്ലെങ്കിൽ നോൺ EMF ഉള്ള കലോമൽ ഇലക്ട്രോഡിനെ കപ്പിൾ ചെയ്യും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്തിനാണ് നമ്മൾ കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്? വേറൊരു സാധനത്തിൻ്റെ EMF കാണാൻ, അല്ലേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ. ഇനി അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന്, എങ്ങനെയാണ് നമ്മൾ, എൻ്റെ കയ്യിലൊരു അൺനോൺ സൊല്യൂഷൻ ഉണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എനിക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ EMF വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ പൊട്ടൻഷ്യൽ എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഒരു നോൺ ആയിട്ടുള്ള ഒരു സാധനത്തിനെ റെഫറൻസ് ആയിട്ട് എടുക്കണം. ഇത് രണ്ടും കൂടെ നമ്മൾ കപ്പിൾ ചെയ്യിക്കും ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്ക്. ഇതാ, സപ്പോസ് എൻ്റെ കയ്യിലുള്ള സൊല്യൂഷൻ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതാണ് എൻ്റെ കയ്യിലുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു? ഇതാ കണ്ടോ, ഒരു കലോമൽ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യിച്ചു ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ബൈ അപ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു റീഡിങ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കപ്പിൾ ചെയ്യിച്ചതിൻ്റെ ഈ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും കൂടെയുള്ള പൊട്ടൻഷ്യലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസിങ് കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ ഗിവൺ ഇലക്ട്രോഡ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് കലോമൽ ഇലക്ട്രോഡ് ആസ് ദി റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പോൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, അതിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സെൽ എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഈ സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMF ഓഫ് ദി സെൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ ഇതിൽ ഈ സെൽ എന്ന് പറയുന്നതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കപ്പിൾ ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെൽ? സപ്പോസ് എനിക്കതിൻ്റെ വാല്യൂ, അപ്പോൾ ഇതിൽ ഈ കാഥോഡ് എന്ന് പറയുന്നത് ഏതാണ്? സിങ്ക് ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കലോമൽ ഇലക്ട്രോഡാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് പിന്നെ കാഥോഡാണ്. കാഥോഡ് മൈനസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ സൊല്യൂഷനാണ് നെക്സ്റ്റ്. അപ്പോൾ ഈ സെൽ ഇസ് ഈക്വൽ ടു ഇ ഓഫ് കലോമൽ ഇലക്ട്രോഡ് മൈനസ് ഇ ഓഫ് അൺനോൺ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാനിത് കപ്പിൾ ചെയ്ത സമയത്ത് എനിക്ക് പൊട്ടൻഷ്യോമീറ്ററിൽ കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കാം. 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1 ആണെങ്കിൽ അപ്പോൾ ഞാൻ എങ്ങനെ എഴുതണം? ഈ സെൽ ഇസ് ഈക്വൽ ടു, അവിടെ നമ്മൾ 1 എഴുതണം. 1 ഈക്വൽ ടു, ഈ കലോമലിൻ്റെ നമുക്ക് ഓൾറെഡി അറിയാം ഫിക്സഡ് വാല്യൂ ആണ്. നമ്മൾ സപ്പോസ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. 0.24 മൈനസ് എത്രയാണ്? അവിടെയാണ് അൺനോൺ വാല്യൂ, നമുക്കറിയില്ല അവിടെ എത്രയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവുക? അല്ലെങ്കിൽ E0 ഓഫ് സിങ്ക് എന്ന് പറയാം നമുക്ക്. ഈ അൺനോണിന് പകരം E0 ഓഫ് സിങ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ E0 ഓഫ് സിങ്ക് എങ്ങനെ ഇരിക്കും? E0 ഓഫ് സിങ്ക് ഈസ് ഈക്വൽ ടു 0.24 മൈനസ് 1. ശരിയല്ലേ? E0 ഓഫ് സിങ്ക് ഈസ് ഈക്വൽ ടു 0.24 മൈനസ് ഈ സെല്ല്, അതായത് പൊട്ടൻഷ്യോമീറ്ററിൽ നമുക്ക് കാണിച്ചിരിക്കുന്ന റീഡിംഗ് എത്രയാ?
1 ആണെന്ന് ഇമാജിൻ ചെയ്യുക, 1 വോൾട്ട്. അങ്ങനെ ആകുമ്പോൾ E0 ഓഫ് സിങ്കിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 0.24 മൈനസ് 1 എത്രയായിരിക്കും? മൈനസ് ഓഫ് 0.76 വോൾട്ട് അല്ലേ? 0.24 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര? റീഡിങ് മൈനസ് ആയിരിക്കില്ല ആൻസർ. സോ E0 ഓഫ് സിങ്ക് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 0.76 വോൾട്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് യൂസിങ് കലോമൽ ഇലക്ട്രോഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. E0 ഓഫ് സെൽ ഇസ് ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ്. E കാഥോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ E കലോമൽ മൈനസ് E കലോമൽ മൈനസ് അതുപോലെ ഈ അൺനോൺ, അല്ലെങ്കിൽ E0 ഓഫ് കലോമൽ മൈനസ് E0 ഓഫ് സിങ്ക് ഓർ അൺനോൺ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അതായത് എങ്ങനെയാണ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട്, അതാണ് ഇവിടെ കാണിച്ചത് കണ്ടോ, ഡിപ്പ് ചെയ്യുന്നു, നമ്മൾ കലോമൽ ഇലക്ട്രോഡിനെ കപ്പിൾ ചെയ്യിക്കുന്നു, എന്നിട്ട് ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ കലോമൽ ഇലക്ട്രോഡിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു റീഡിങ് തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അൺനോൺ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് കലോമൽ ഇലക്ട്രോഡിനെ കുറിച്ചുള്ളത്. മോർ ദാൻ ദാറ്റ് അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? കലോമൽ ഇലക്ട്രോഡിൻ്റെ അഡ്വാൻറ്റേജസ് ഈസിയാണ്, നമുക്കിത് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ ഹാൻഡി ടു യൂസ് ആണ്. അതുപോലെ റീപ്രൊഡ്യൂസബിൾ ആൻഡ് സ്റ്റേബിൾ ഓവർ എ ലോങ് പീരീഡ്. ഈ വാല്യൂസ് നമുക്ക് റീപ്രൊഡ്യൂസബിൾ ആണ്. അപ്പോൾ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ഇൻ എ മെഷർമെൻറ്റ് ഓഫ് സിംഗിൾ ഇലക്ട്രോഡ്. It is used as reference electrode in all potentiometer determination and to measure the pH of a given solution. അങ്ങനത്തെ ഒരു 2-3 അഡ്വാൻറ്റേജസ് ഇപ്പം വായിച്ചത് അപ്ലിക്കേഷൻസ് ആണ്. അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്ലിക്കേഷൻസോ അഡ്വാൻറ്റേജസോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ഏത് pH റേഞ്ചിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് താഴെ വരുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സെക്കൻഡറി ഇലക്ട്രോഡായിട്ട് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ കേസിൽ യൂസ് ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇത്രയാണ് കലോമൽ ഇലക്ട്രോഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡായിട്ടുള്ള കലോമൽ ഇലക്ട്രോഡിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഇലക്ട്രോഡ് ഇത് സിൽവർ ക്ലോറൈഡ്. ഇപ്പോൾ ഓൾറെഡി ഇലക്ട്രോഡിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ ഇലക്ട്രോഡ് ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ ഇതിലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൾബാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു താഴെ കണ്ടോ ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൾബാണ്. ഈ ഗ്ലാസിൻ്റെ അതൊരു ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് pH ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പം pH ഡിറ്റർമിനേഷൻ യൂസിങ് ഗ്ലാസ് ഇലക്ട്രോഡാണ്. അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡ് ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ, സിൽവർ കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ആണ് ഇതിൻ്റെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ HCl സൊല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ നോക്കുക, നമ്മൾ എ ഗ്ലാസ് ഇലക്ട്രോഡ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ pH വാല്യൂ ഓഫ് എ സൊല്യൂഷൻ. ഓക്കെ, pH വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ സ്പെഷ്യൽ ഗ്ലാസ് ഓഫ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിൻറ്റും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഉള്ള ഒരു പ്രത്യേക തരം ഗ്ലാസ്സുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കോണിംഗ് ഗ്ലാസ് കണ്ടെയ്നിങ് Na2O 22%, CaO 6%, SiO2 72%. ഇതാണ് ഈ ഗ്ലാസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് സോഡിയം Na2O 22, സോഡിയം ഓക്സൈഡ് 22%, കാൽഷ്യം ഓക്സൈഡ് 6%, സിലിക്കൺ ഡയോക്സൈഡ് 72%.
ഈ കോമ്പോസിഷനിലുള്ള ഗ്ലാസ് ആണ് നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഗ്ലാസ് ഇലക്ട്രോഡ് അസംബ്ലി കൺസിസ്റ്റ് ഓഫ് എ തിൻ ഗ്ലാസ് ബൾബ് ഫിൽഡ് വിത്ത് നമ്മൾ പറഞ്ഞ എത്രയാ 0.1 നോർമൽ HCl സൊല്യൂഷനാണ് ഇതിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എ സിൽവർ വയർ കോട്ടഡ് വിത്ത് എ സിൽവർ ക്ലോറൈഡ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ AgAgCl ആക്ട് ആസ് ദി ഇൻറ്റേർണൽ റെഫറൻസ് ഇലക്ട്രോഡ്. ഈ AgAgCl ആണ് ഇതിലെ ഇൻറ്റേർണൽ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ? നമ്മളിപ്പോൾ ഒരുപാട് റെപ്രസെൻറ്റേഷൻസ് പഠിച്ചതല്ലേ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാലോ. എങ്ങനെയായിരിക്കും? AgAgCl ബാർ 0.1 മോളാർ HCl ബാർ ഗ്ലാസ്. ഇവിടെ ഗ്ലാസും കൂടി ഇതിൻ്റെ റെപ്രസെൻറ്റേഷനിൽ വരും. കാരണം ഗ്ലാസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ ചെയ്യുന്ന ഒരാളാണ്. ഗ്ലാസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്രിയേഷനിൽ ഗ്ലാസിനും ഒരു റോളുണ്ട്. അതുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റേഷൻ പറയുന്ന സമയത്ത് AgAgCl ബാർ 0.1 മോളാർ HCl ബാർ ഗ്ലാസ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ റെപ്രസെൻറ്റേഷനൊക്കെ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നോട്ടിൽ എഴുതുന്ന സമയത്തൊക്കെ ഒരു ബോക്സിൽ അങ്ങ് ആക്കിയിട്ടോളുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം എടുത്ത് കാണിക്കണം ഇതിൻ്റെ ഓരോ ഇലക്ട്രോഡിൻ്റെ റെപ്രസെൻറ്റേഷൻസ്. ഇനി ഈ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലാസ് ഇലക്ട്രോഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലാസ്, അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് തിൻ ഗ്ലാസ് ആണ്. ഗ്ലാസ് ആക്ട് ആസ് എ വീക്ക് ആസിഡ്. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണ്. അത് നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ അയോൺ ആക്ടിവിറ്റി ഓഫ് ദ ഇൻറ്റേർണൽ സൊല്യൂഷൻ ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ല. ഈ ഗ്ലാസ് ഇലക്ട്രോഡിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ സൊല്യൂഷനിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ള സൊല്യൂഷൻ 0.1 മോളാർ HCl സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട അൺനോൺ സൊല്യൂഷനിലേക്ക് ഇതിനെ നമ്മൾ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൾ ദാറ്റ് വെൻ എ തിൻ ഗ്ലാസ് മെംബ്രെയിൻ സെപ്പറേറ്റ് ടു സൊല്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് pH വാല്യൂസ്, a difference of potential develop across the glass membrane whose magnitude depend upon the difference of pH of two solution. അപ്പോൾ നമ്മളിതൊരു അൺനോൺ സൊല്യൂഷനിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ അൺനോൺ സൊല്യൂഷൻ്റെ pHഉം ഉള്ളിലുള്ള സൊല്യൂഷൻ്റെ pHഉം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കാരണം ദർ ഇസ് എ പൊട്ടൻഷ്യൽ ക്രിയേഷൻ. അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അക്രോസ് ദി ഗ്ലാസ് മെംബ്രെയിൻ. ഇനി ആ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിഫറൻസ് ഇൻ ദ pH ഓഫ് ടു സൊല്യൂഷൻ. എത്രത്തോളം pHയിൽ ഡിഫറൻസ് ഉണ്ടോ അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അതായത് when a thin glass bulb containing 0.1 normal HCl is immersed in an acidic solution of different concentration, a boundary potential EB is developed due to the difference in the concentration of H+ ions inside and outside the glass bulb. നമ്മൾ ഡിപ്പ് ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ആസിഡ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? എന്താണ് അവിടെ ഉണ്ടാകുന്നത്? H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ, എ ബൗണ്ടറി പൊട്ടൻഷ്യൽ. അവിടെ ഒരു ബൗണ്ടറി പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ബൗണ്ടറി പൊട്ടൻഷ്യലിനെയാണ് EB എന്ന് പറയുന്നത്. EB ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഗ്ലാസ് ബൾബ്. അപ്പം ദാറ്റ് ഈസ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് EB ഈസ് ഈക്വൽ ടു E1 - E2. ദാറ്റ് ഈസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അല്ലേ C1/C2. ഈ C1 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ അയേൺ ഇൻ ടു വിച്ച് ദ ഗ്ലാസ് മെംബ്രെയിൻ ഈസ് ഡിപ്ഡ്. അതാണ് C1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ C2 എന്തായിരിക്കും? ബട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയേൺ C2 ഇൻസൈഡ് ദ ഗ്ലാസ് ബൾബ് ഈസ് കോൺസ്റ്റൻറ്റ്. C1 എന്ന് പറയുന്നത് ഈ അൺനോണും C2 എന്ന് പറയുന്നത് നോണും. ഓക്കെ ആണല്ലോ? ഓക്കെ, റൈറ്റ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ബൗണ്ടറി പൊട്ടൻഷ്യൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഒന്നും കൂടെ നമുക്കൊരു വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ EB എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്ലസ്
0.0591 ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് C1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഒന്നും കൂടെ നമ്മൾ അതിന് നമ്മൾ കോൺസ്റ്റൻറ്റിന് K എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+നെ നമുക്ക് എന്ത് എഴുതാം, pH എന്ന് എഴുതാം. pH എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ സാധനത്തിന് എന്താണ് നമുക്ക് എങ്ങനെ വിളിക്കാം, ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത ഫോം എന്ന് പറയുന്നത് EB എന്ന് പറയുന്നത് ഈക്വൽസ് K മൈനസ് 0.0591 pH. ഇതിൽ കണ്ടോ നിങ്ങൾ എഴുതിയത്? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പറയും. ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഈ pHൻ്റെ വാല്യൂയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ജനറലി ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് pH. ഡിറ്റർമിനേഷനിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ. അതിൻ്റെ മുന്നേ എങ്ങനെയാണ് ഈ വാല്യൂ ഇടുന്നത് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ഇതിൻ്റെ തിയറി എന്നുള്ളത്. അപ്പോൾ ഈ വാല്യൂസ് ഒന്നും നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഗ്ലാസ് ഇലക്ട്രോണിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലാസ് ഒരു അയോൺ സെലക്റ്റീവ് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ സിൽവർ ക്ലോറൈഡിൻ്റെ റോളും പറഞ്ഞു. ആക്ട് ആസ് എൻ ഇൻറ്റേർണൽ റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഡിറ്റർമിനേഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു pH ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡ് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, എൻ്റെ കയ്യിലുള്ള ഒരു സൊല്യൂഷൻ്റെ pHനെ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഗ്ലാസ് ഇലക്ട്രോഡിനെ ഞാൻ എന്ത് ചെയ്യും, ആ സൊല്യൂഷനിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്യും. ഡിപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ നേരത്തെ നമ്മൾ കാണിച്ച അതേ സംഭവം തന്നെ ഗ്ലാസ് ഇലക്ട്രോഡ് എൻ്റെ അൺനോൺ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെന്ത് ചെയ്യും, ഒരു കലോമൽ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യിക്കും ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. നേരത്തെ ഞാൻ സിങ്ക് ഇലക്ട്രോഡും കലോമൽ ഇലക്ട്രോഡുമായിട്ടായിരുന്നു കപ്പിൾ ചെയ്യിച്ചിരുന്നത്. അതേപോലെ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കലോമൽ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യിക്കും. ഓക്കെ, എന്നിട്ട് ബൈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലാസ് ഇലക്ട്രോഡിനെ എങ്ങനെയാണ് എന്നുള്ള ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ വാല്യൂ, അതായത് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. EG, അതായത് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് ഇസ് ഈക്വൽ ടു E0G മൈനസ് 0.0591 pH. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഡിറ്റർമിൻ ദ ഗ്ലാസ് ഇലക്ട്രോഡ് pH ഓഫ് എ എന്താണ് അൺനോൺ സൊല്യൂഷൻ. EG is equal to E0G minus 0.0591 pH. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അവിടെ എങ്ങനെ pH വന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്ത് pH ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത്. ഓക്കെ, then advantages of glass electrode. Glass electrode advantages. This electrode can be used to determine the pH in a range of 9 with a special type of glass even up to 12 can be calculated. up to pH 12 വരെ 12 വരെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് ക്വിക്ക്ലി. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്, ഹെൻസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ വേരിയസ് ലബോറട്ടറീസ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്. ഒന്നാമത്തെ ഗ്ലാസ് മെംബ്രെയിൻ ത്രൂ ഇറ്റ് ഈസ് വെരി തിൻ, ഇറ്റ് ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ്. Therefore, ordinary potentiometer cannot be used. Hence, it is necessary to use electronic potentiometer. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് ഓർഡിനറി പൊട്ടൻഷ്യോമീറ്റർ ഒന്നും യൂസ് ചെയ്താൽ പോരാ, ഇലക്ട്രോണിക് പൊട്ടൻഷ്യോമീറ്റർ തന്നെ വേണം. അതുപോലെ pH റേഞ്ച് 12 വരെയുള്ള സാധനത്തിനെ നമുക്കിത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഓക്കെ,
നമ്മൾ 3 ഇലക്ട്രോഡ്സിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, കലോമൽ ഇലക്ട്രോഡ് ആൻഡ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും ഗ്ലാസ് ഇലക്ട്രോഡും തമ്മിൽ എപ്പോഴും എക്സാമിന് കുട്ടികൾ മാറിപ്പോവാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലാസ് ഇലക്ട്രോഡ് മനസ്സിൽ ഓർത്ത് വെക്കുക. ഒരു ഗ്ലാസ് ബൾബ്, താഴെ ഒരു ബൾബ് പോലെയുള്ള ഒരു ഗ്ലാസും അതിൻ്റെ ഉള്ളിലുള്ള സൊല്യൂഷനും ഇലക്ട്രോലൈറ്റും, അതായത് ഇലക്ട്രോഡും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇതിൻ്റെ മുന്നേ പറയേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷേ നിങ്ങൾ ഓർഡറിൽ വരുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളെ സിലബസിലുള്ള ഒരു ഓർഡറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിമ്പിളാണ് സംഭവം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരു ഇലക്ട്രോഡ് ഇപ്പോൾ സിങ്ക് ഒരു മെറ്റൽ അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പം അതിനുണ്ടാവുന്ന ടെൻഡൻസി, അതാണ് ശരിക്കും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. The tendency of a metal to get oxidized or reduced when it is placed in a solution of its own salt is called electrode potential. zinc സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോഴോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോഴോ ഉണ്ടാവുന്ന അതിൻ്റെ ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഇതിൽ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റൽ എന്ത് ചെയ്യും? മെറ്റൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് M+ അയോൺസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ റിഡക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ M+ അയോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് M ആയിട്ട് മാറും. ദാറ്റ് ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദെൻ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ടെൻഡൻസി ഓഫ് എ മെറ്റാലിക് ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് കോണ്ടാക്ട് വിത്ത് സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ സാൾട്ട്. അതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള ഈ ഒരു ടെൻഡൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആ മെഷറിനെയാണ് നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു മെറ്റാലിക് ഇലക്ട്രോഡിന് ഓക്സിഡേഷനോ റിഡക്ഷനോ നടക്കാനുള്ള ആ ഒരു മെഷർ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ടെൻഡൻസീൻ്റെ മെഷറാണ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനിലായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് it is a measure of tendency of a metallic electrode to lose or gain electron when it is in contact with a solution of its own salt of 1 molar concentration at 25 degree Celsius. അപ്പോൾ നമ്മൾ ആ സൊല്യൂഷന് ഒരു കണ്ടീഷൻ ഉണ്ട്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ തന്നെ ആയിരിക്കണം, പക്ഷേ ആ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്തായിരിക്കണം? 1 മോളാർ സൊല്യൂഷൻ ആയിരിക്കണം, 25 ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കണം. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുണ്ടാവുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അതേപോലെ നമ്മളൊരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഐദർ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ഒക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഒന്നുകിൽ റിലീസ് ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്ന ആൾ പോസിറ്റീവ് ചാർജായിട്ട് മാറും, ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് ചാർജായിട്ട് മാറുമെന്ന് പറയും. അതിനെക്കുറിച്ച് ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ചാർജുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഹെൽമോൺസ് ഡബിൾ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1879 എന്താ ചെയ്യുന്നത് നോക്കൂ. ഡിസ്ക്രൈബ് അബൌട്ട് ദ ചാർജ് സെപ്പറേഷൻ ബിറ്റ്വീൻ സോളിഡ് സർഫസ് ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. He proposed that a surface charge is balanced by a layer of oppositively charged ion. Counter ions are cations. അതായത് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം, ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ സപ്പോസ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ആ മെറ്റലിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? മെറ്റലിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എല്ലാ സൈഡിലും വന്ന് നിൽക്കും. അപ്പോൾ ഇലക്ട്രോലൈറ്റിൽ എന്താ ഉള്ളത്? നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഈ മെറ്റലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത്
ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റിലുള്ള നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് വന്നിങ്ങനെ ചുറ്റും ഒരു ലെയർ പോലെ നമ്മൾ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും ഒരു ഡബിൾ ലെയർ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഹെൽമോൺസ് ഡബിൾ ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അങ്ങനെയാണ് നമ്മളതിനെ പറയുന്നത്, ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അപ്പോൾ അത് അങ്ങനെ വരാൻ കാരണം എന്താണ്, അപ്പോൾ അത് ശരിക്കും ഒരു ഇലക്ട്രിക്കൽ കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ കപ്പാസിറ്ററിൽ അങ്ങനെയല്ലേ ഉണ്ടാവുക, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരു വരയായിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ ഹെൽമോൺസ് ഡബിൾ ലെയർ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഡെപ്പോസിഷൻ ഓഫ് നെഗറ്റീവ് ചാർജസ് ഓൺ ദി ഇലക്ട്രോഡ് വെൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദി കോപ്പർ, നമ്മൾ കോപ്പറാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, കോപ്പേഴ്സ് അയോൺസ് ഇൻ എ മെറ്റൽ ഈസ് ലെസ് ദാൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ കോപ്പർ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. ദെൻ at the dipping of the electrode, some quantity of copper ions are hydrated and transferred to the metal, which forms a positive charge on the metal surface. This process causes double electrical layer. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ചാർജ് ഒരു സൈഡിൽ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജും അടുത്ത സൈഡിൽ, അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിൽ നെഗറ്റീവ് ചാർജ് ഒരു ലെയർ പോലെ, രണ്ടും ഒരു ലെയർ പോലെ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അപ്പോൾ നമ്മളൊന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ആൻ ഇലക്ട്രോഡ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ ions, an electrical double layer forms, which consists of a sheet of positive charge at the surface of the electrode and a sheet of negative charge next to its solution. അല്ലെങ്കിൽ ഓർ വൈസ് വേഴ്സ, അത് തിരിച്ചു ആവാട്ടോ, ഇലക്ട്രോഡ് പോസിറ്റീവും ഇലക്ട്രോലൈറ്റ് നെഗറ്റീവും, അല്ലെങ്കിൽ ഇലക്ട്രോഡ് നെഗറ്റീവും ഇലക്ട്രോലൈറ്റ് പോസിറ്റീവോ, രണ്ടും എന്തായാലും ഓപ്പോസിറ്റ് ചാർജസ് ഒരു ലെയറായിട്ട് ആക്ട് ചെയ്യും. എ ഫിക്സഡ് ഡബിൾ ലെയർ ഈസ് ദസ് ഫോംഡ് ആൻഡ് ദിസ് വിൽ ബി correspond to an electrical capacitor പോലെ ആയിരിക്കും. If the distance between the layers of the positive and negative charge is a, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഈച്ച് ലെയർ ഹാസ് എ ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ് ഫോളോസ് ഫ്രം ദ ഇലക്ട്രോസ്റ്റാറ്റിക് തിയറി ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ലെയേഴ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് പറയാം തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ 0 എപ്സിലോൺ. ഓക്കെ, അതൊരു ഇക്വേഷനാണ്, അത് നിങ്ങൾക്ക് വേണം നിർബന്ധമല്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്സിലോൺ എന്ന് പറയുന്നതാണ് ഈ ഡൈഇലക്ട്രിക്കൽ കോൺസ്റ്റൻറ്റ് ഓഫ് ദിസ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനത് ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ്, അതായത് ഇതാണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസും അതുപോലെ 1 മോളാർ സൊല്യൂഷനും ആണെങ്കിൽ നമ്മളതിന് എന്ത് പറയും, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ആ സമയത്തുണ്ടാവുന്ന നെഗറ്റീവ് ചാർജിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും അലൈൻമെൻറ്റിനെയാണ് നമ്മൾ ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കലോമൽ ഇലക്ട്രോഡ് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്ലാസ് ഇലക്ട്രോഡ് പറഞ്ഞു, പിന്നെ കലോമൽ ഇലക്ട്രോഡ് പറഞ്ഞതിന് ശേഷം ഡിറ്റർമിനേഷൻ ഓഫ് പൊട്ടൻഷ്യൽ, മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസിങ് കലോമൽ ഇലക്ട്രോഡ്. ദെൻ ഇതാണ് അതിൻ്റെ ഫിഗർ. ദെൻ ഗ്ലാസ് ഇലക്ട്രോഡ് പറഞ്ഞു, ഡിറ്റർമിനേഷൻ ഓഫ് pH യൂസിങ് ഗ്ലാസ് ഇലക്ട്രോഡ്, അത് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെന്താണ്, ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് പറഞ്ഞു, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞു,
സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഹെൽമോൺസ് ഡബിൾ ലെയർ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇത്രയാണ് നമ്മൾ ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.